എല്ലാവർക്കും തൊഴിലവസരങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വിവിധ കരാർ നിയമനത്തെ പറ്റിയാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് CSL വിവിധ ഒഴിവുകളിലേക്ക് കരാർ നിയമനം നടത്തുന്നു. ഒന്ന് പ്രൊജക്റ്റ് ഓഫീസർ മെക്കാനിക്കൽ ഒഴിവുകൾ 38 ഒഴിവുകളുണ്ട്. യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമാണ് ആവശ്യം. 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രൊജക്റ്റ് ഓഫീസർ ഇലക്ട്രിക്കൽ 10 ഒഴിവാണുള്ളത്. യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിനും 2 വർഷത്തെ പരിചയം, കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. പ്രൊജക്റ്റ് ഓഫീസർ ഇലക്ട്രോണിക്സ് 6 ഒഴിവാണുള്ളത്. യോഗ്യത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ ഇതിനും കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അടുത്ത് വരുന്നത് പ്രൊജക്റ്റ് ഓഫീസർ സിവിലാണ്. ഇതിന് ഒഴിവുകൾ 8 ഒഴിവുകളുണ്ട്. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗും ബിരുദമാണ്. 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിർബന്ധമായിട്ട് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് പ്രൊജക്റ്റ് ഓഫീസർ ഇൻസ്ട്രുമെൻറ്റേഷനാണ്. ഒരു ഒഴിവാണുള്ളത്. യോഗ്യത ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ ബിരുദം ഉണ്ടായിരിക്കണം. 2 വർഷത്തെ പരിചയവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. അടുത്ത് പ്രൊജക്റ്റ് ഓഫീസർ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഒരു ഒഴിവേ ഉള്ളൂ. യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി 2 വർഷത്തെ പരിചയം വേണം. കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. ഈ എല്ലാ ഒഴിവുകളിലേക്കും പ്രായപരിധി 30 വയസ്സാണ്. SC ST OBC തുടങ്ങിയവർക്ക് അതിന് ഇളവുണ്ടായിരിക്കുന്നതാണ്. നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ശമ്പളം വരുന്നത് 37,000 മുതൽ 40,000 രൂപ വരെയാണ്. അപേക്ഷാ ഫീസ് വരുന്നത് വനിത SC ST PWBD അവർക്ക് ഫീസില്ല. മറ്റുള്ളവർക്ക് 700 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. അവസാന തീയതി വരുന്നത് ജൂലൈ 17-നാണ്. ജൂലൈ 17 മുൻപ് തന്നെ അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക. ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ വഴി തന്നെ ഇത് ചെയ്തു തരുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപേക്ഷ നൽകുന്നതിന് മുൻപ് നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ റീഫണ്ട് ചെയ്യില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മാത്രം പോരാ, അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞങ്ങളുടെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറക്കാതെ എല്ലാവരും കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.